മുത്തൂറ്റ് ഇൻഷുറൻസ് തുക തട്ടിപ്പ് കേസിൽ വീണ്ടും ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. മുത്തൂറ്റ് ഇൻഷുറൻസ് ആൻഡ് ബ്രോക്കേഴ്സ് ലിമിറ്റഡ് മുൻ സിഇഒ തോമസ് പി രാജ, മുൻ ചീഫ് ജനറൽ മാനേജർ രഞ്ജിത്ത് രാമചന്ദ്രൻ എന്നിവർ ചോദ്യം ചെയ്യലിന് ഹാജരായി. എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. വിവരങ്ങളുമായി സൈഫ് നിസ അലിയാർ ചേരുന്നു. സൈഫ് നിസ, എന്തൊക്കെയാണ് ഇന്ന് ഈ പ്രതികളിൽ നിന്ന് പോലീസ് ചോദിച്ചറിയുക? ഒരുപാട് ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തട്ടിയെടുത്ത ഒരു കേസ് കൂടിയാണ്. എന്തൊക്കെ വിവരങ്ങളായിരിക്കും പ്രതികളിൽ നിന്ന് പ്രധാനമായും പോലീസ് ആരായുക? ലക്ഷ്മി പത്മ, 9:45 കൂടിയാണ് മുത്തൂറ്റ് ഫിനാൻസ് ലിമിറ്റഡിന്റെ മുൻ ചീഫ് ജനറൽ മാനേജറായ രഞ്ജിത്ത് രാമചന്ദ്രനും മുത്തൂറ്റ് ഇൻഷുറൻസ് ആൻഡ് ബ്രോക്കേഴ്സ് ലിമിറ്റഡിന്റെ മുൻ സിഇഒ തോമസ് പി രാജനും ചോദ്യം ചെയ്യലിന് ഹാജരായത്. ഹൈക്കോടതിയിൽ കഴിഞ്ഞ ആഴ്ച ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ വന്നിരുന്നു. അപ്പോൾ ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഇന്നും നാളെയും മറ്റന്നാളും ഇവരെ കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്യാൻ അനുമതി നൽകിയത്. ഇതനുസരിച്ചാണ് പ്രതികൾ ഇന്ന് രാവിലെ ഹാജരായിരിക്കുന്നത്. പ്രധാനമായും ഇവർക്കപ്പുറത്ത് മറ്റാർക്കെങ്കിലും ഈ തട്ടിപ്പുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് സൗത്ത് പോലീസ് അന്വേഷിക്കുന്നത്. ഇതിന്റെ ഒരു ആദ്യഘട്ടം എന്നോണമാണ് ഇപ്പോൾ ഇവരെ കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്യണമെന്ന് കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തത്. പ്രാഥമിക ഘട്ടത്തിൽ 11.92 കോടിയുടെ തട്ടിപ്പായിരുന്നുവെങ്കിലും പിന്നീടുള്ള വിശദമായ അന്വേഷണത്തിൽ 74 കോടിയുടെ തട്ടിപ്പാണ് നടന്നതെന്നാണ് ബോധ്യപ്പെട്ടത്. പക്ഷേ ഇത് അതിനും അപ്പുറത്തല്ല, 100 കോടിക്ക് മുകളിലുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ ഒരു നിഗമനം. പക്ഷേ കൂടുതൽ രേഖകളടക്കം പരിശോധിച്ചാൽ ഇത് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഇന്ന് രഞ്ജിത്ത് രാമചന്ദ്രൻ ഹാജരായപ്പോൾ ചില രേഖകൾ കൊണ്ടുവരാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് ചില രേഖകളുമായാണ് ഇയാൾ ഹാജരാവുകയും ചെയ്തിരിക്കുന്നത്. നാളെയും മറ്റന്നാളും ചോദ്യം ചെയ്യൽ തുടരും. ലക്ഷ്മി പത്മ. സൈഫ് നിസ അലിയാറാണ് വിവരങ്ങൾ പങ്കുവച്ചത് കൊച്ചിയിൽ നിന്ന്.